ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും എങ്ങനെയാണ് ഒരുമിച്ച് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ്റെ അകത്ത് കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. അപ്പോൾ തന്ന ഐറ്റംസ് ഞാനൊന്ന് വായിക്കാം. കുട്ടികൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ദെൻ പർച്ചേസസ്, റിട്ടേൺ ഇൻവേർഡ്സ്, then carriage inwards, carriage outwards, return outwards, sales, discount received, then electric power, wages, selling commission, repair and renewals, general expenses, ഇൻഷുറൻസ്, then ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത്രയും ഐറ്റംസ് തന്നിട്ടുണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആസ് ഓൺ എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഡേറ്റ് കൊടുത്തുകൊണ്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ്, അതായത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫസ്റ്റ് ആയിട്ട് എപ്പോഴും ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും, അതിൻ്റെ എമൗണ്ട് കൊടുക്കുക. ദെൻ അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് പർച്ചേസാണ് വരിക. പർച്ചേസസ് ക്വസ്റ്റ്യനിൽ റിട്ടേൺസ് തന്നിട്ടുണ്ടെങ്കിൽ പർച്ചേസിൽ നിന്നും റിട്ടേൺസ് ഇന്നർ കോളത്തിൽ എഴുതി ലെസ് ചെയ്തതിന് ശേഷം എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് കൊടുക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്താണെങ്കിൽ 95,000 പർച്ചേസും 5,000 പർച്ചേസ് റിട്ടേൺസും തന്നിട്ടുണ്ട്. അപ്പോൾ 95,000 മൈനസ് 5,000 ദാറ്റ് ഈക്വൽ ടു 90,000 ആണ് എമൗണ്ട് വരിക. പിന്നെ അടുത്തതായിട്ട് ക്വസ്റ്റ്യനിൽ ക്യാരേജ് ഇൻവേർഡ് തന്നിട്ടുണ്ട്. ക്യാരേജ് ഇൻവേർഡ് തന്നു കഴിഞ്ഞാൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ മാത്രമാണ് എടുക്കുക. അപ്പോൾ അത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എടുക്കുക. ദെൻ ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞൊരു ഐറ്റം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതും ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കുക. ദെൻ വേജസ് തന്നിട്ടുണ്ട്, അതും ട്രേഡിങ്ങിൽ എടുക്കുക. ദെൻ ഇത്ര ഐറ്റമാണ് ഡെബിറ്റ് സൈഡിൽ വരിക. ക്രെഡിറ്റ് സൈഡിൽ എടുക്കുകയാണെങ്കിൽ എപ്പോഴും ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ്സിൽ രണ്ടേ ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സെയിൽസ് ആയിരിക്കും. സെയിൽസിൽ നിന്നും റിട്ടേൺസ് ലെസ് ചെയ്തെടുക്കുക. ലെസ്സൊക്കെ എഴുതുമ്പോൾ ഇതുപോലെ ലെസ് എഴുതി അണ്ടർലൈൻ ചെയ്തതിന് ശേഷം എമൗണ്ട് ഇന്നർ കോളത്തിലിട്ട് അത് മൈനസ് ചെയ്തതിന് ശേഷം ഔട്ടർ കോളത്തിലേക്ക് എമൗണ്ട് കൊടുക്കുക. ഇവിടെ 1,65,000 സെയിൽസും സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത് 2,000 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 1,65,000 നിന്നും 2,000 മൈനസ് ചെയ്ത് 1,63,000 എമൗണ്ട് കൊടുക്കുക. അതിനുശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് കൊടുക്കുക. ദെൻ അതിനുശേഷം അക്കൗണ്ട് ഒന്ന് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആഡ് ചെയ്യുമ്പോൾ കൂടുതൽ കിട്ടുന്നത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. 2,08,000 കിട്ടും. സെയിം ടോട്ടൽ തന്നെ എടുത്ത് ഡെബിറ്റ് സൈഡിലേക്കും കൊടുക്കുക. കൊടുത്തതിന് ശേഷം മേലെയുള്ള എമൗണ്ട് എല്ലാം കൂടെ ആഡ് ചെയ്ത് അത് ഈ 2,08,000 മൈനസ് ചെയ്യുമ്പോൾ 77,150 കിട്ടും. ഇതാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള ടോട്ടൽ